അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നപ്പോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട റോസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് മുട്ട റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്കൊരു പാൻ വയ്ക്കാം. ഇനി അതിലേക്ക് ഒരു 4 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിടുക. വെളിച്ചെണ്ണ ചൂടാതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 സവാള, ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഇതിലേക്ക് 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ നമ്മുടെ സവാള വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മല്ലിപ്പൊടി എന്നിവയുടെ ചേർത്ത് മസാലകൾ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മസാല നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. മസാല നല്ലപോലെ റോസ്റ്റ് ആവണം, എന്നാലും നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ മസാല നല്ലപോലെ ഒന്ന് റോസ്റ്റ് ആക്കണം. ഇത് ഞാനിപ്പോ ഇവിടെ 2 മുട്ടയ്ക്കുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ തക്കാളി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചത്, ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. മസാല അതിനകത്ത് പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇനി ഇത് മസാലയിൽ നമുക്ക് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ പുതിയൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ബൈ ബൈ.